പ്രിയം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ മനസ്സിലെ പൂക്കളാണ് ഇവർ. എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ബോൾസം പോലെ തന്നെ എൻ്റെ ഉള്ളിലെ പൂക്കളാണ് എൻ്റെ മക്കൾ. എൻ്റെ വീട്ടിൽ പഠിക്കാൻ വരുന്ന കുട്ടികളാണിവർ. ഞങ്ങളൊരു 18 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ 1-ാം ക്ലാസ് തൊട്ട് പഠിച്ച കുട്ടികളുണ്ട്, ഇവിടെ ദൂരേന്ന് വരുന്നുണ്ട്. ഞങ്ങളെല്ലാം അമ്പലത്തിൽ പോയി വന്നു. പരീക്ഷ SLC പരീക്ഷയുടെ ഭാഗമായിട്ട് ഭഗവാൻ എൻ്റെ മക്കളെ കാക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം കേട്ടോ. അവരുടെ എന്നാ പറയുക, അവരെല്ലാം നല്ല രീതിയിൽ ഞങ്ങളെല്ലാം പോർഷൻസുകളും തീർന്നു കഴിഞ്ഞു. അടുക്കും ചിട്ടയോടും കൂടി അവർ പഠിച്ചു കഴിഞ്ഞു. എല്ലാ പാഠത്തിലും ഞങ്ങൾ വൺ വേഡുകൾ എഴുതി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അടുക്കി 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 വയ്ക്കും. പരീക്ഷയാകുമ്പോഴത്തേന് ആ വൺ വേഡ് ബുക്ക് മാത്രം എടുത്ത് അവർക്കൊന്ന് ഓർത്താൽ മാത്രം മതി. ഞങ്ങളുടെ പഠനത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സിനിമ കാണാൻ പോയി, ഉദാഹരണം ദൃശ്യം. ആ ദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ഓടി വരും ഇല്ലേ. നമ്മളന്ന് പോയിട്ട് ഡ്രസ്സുകൾ, നമ്മളന്ന് കുടിച്ച കോഫി, അന്ന് പോയ വണ്ടി, ആരൊക്കെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതുമായിട്ട് പഠനത്തെ കോർത്തിണക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കുട്ടികൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. 7 മണി തൊട്ട് 8:30 വരെ സാധാരണ എടുക്കും. പഠിത്തമില്ലാത്ത ദിവസം ഞങ്ങളത് 10:30 വരെ നീണ്ടുപോകും. കുഞ്ഞു കുട്ടികളെ വിളിച്ച് 4 മണി തൊട്ട് 6 മണി വരെ എടുക്കും. ആ ഇടയ്ക്ക് ഞാൻ അമ്മയെ നോക്കിയിട്ട് വരും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പഠിത്തമില്ലാത്ത ദിവസം ഞാൻ കുറേ സമയം കൂടെ കൂട്ടിക്കൊടുക്കും. അത്രയും നേരം അമ്മ പറയും, എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ട് വന്നാൽ മതിയെന്ന് എൻ്റെ അമ്മ പറയും. അങ്ങനെയാണ് നമുക്ക് കുഞ്ഞു കുട്ടികളുടെ എല്ലാ കുറവുകളെയും ഞാൻ നിറവുകളാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവർക്ക് വേണ്ട സമയത്ത് മെഡിറ്റേഷൻ കൊടുക്കുന്നു, വേണ്ട കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു. എല്ലാ പാഠങ്ങളും, അതായത് 9 വിഷയങ്ങളും, കമ്പ്യൂട്ടർ ഒഴികെ ബാക്കിയുള്ള 9 വിഷയങ്ങളും അവർ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ എൻ്റെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഓൺലൈൻ കുട്ടികളുണ്ട് കുറേ പേര്. നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുവാണെങ്കിൽ നമുക്കതും മക്കളെ ചേർത്ത് പിടിക്കാം കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും ഒരുപോലെയല്ലേ പോകുന്നത്, ഒരേ പിന്നെ പോയിന്റിൽ ഒരേ വഴിയെ പോകുന്നവരാണ്. നമുക്ക് ചേർന്ന് പോകാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ 18 വർഷമായി തുടങ്ങിയിട്ട് എല്ലാ വർഷവും കുട്ടികൾ കുറച്ച് പേരൊക്കെ A+ മേടിക്കും. ഫുൾ A+ എല്ലാ കുട്ടികൾക്കും കിട്ടില്ലല്ലോ. അവർ ജീവിതത്തിലെന്നും ഫുൾ A+ മേടിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടി പോലും പിന്നിലല്ല. ഓരോ കഴിവുകളാണ് ഓരോ മക്കൾക്ക്. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അവരാരാവണം, എന്താവണം എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് എൻ്റെ കുട്ടികൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. അതെനിക്ക് തരുന്ന വാക്ക്. ഓരോ കുട്ടികൾ ഇന്ന് ഓരോ നിലയിലെത്തിയിട്ട് അവർ വിളിക്കും. എത്രമാത്രം സന്തോഷമാണെന്നറിയാമോ എൻ്റെ മക്കൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ. ഓരോ സ്ഥലങ്ങളിലിരുന്ന് അവർക്ക് ജോലി കിട്ടി. അവരുടെ എല്ലാ സന്തോഷങ്ങളും എപ്പോഴും അവർ പങ്കിടും. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവരും ജോലി കിട്ടിയവരും ഒക്കെ വിളിച്ച് സന്തോഷം പങ്കിടുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന അയ്യോ എന്താ അല്ലേ, അത്രയ്ക്ക് മാത്രം ഒരു സന്തോഷമാണ് എൻ്റെ മക്കൾ എനിക്ക് തരുന്നത്. ഇനി എൻ്റെ കുഞ്ഞു മക്കളും, അതായത് ചെറിയ കുട്ടികളും വലിയ 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ വിജയത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക.